ചേംബറിന്റെയും ഡേവിസിന്റെയും ഇടയ്ക്ക് ഒരെണ്ണം കൊണ്ട് വെച്ചാൽ മതി. അത് റാഞ്ചോയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. റാഞ്ചോയ്ക്ക് സിപ്രസിനും വേണമെങ്കിൽ ഇവന്റെ യു പി എപ്പോ വായിക്കുമ്പോഴേക്കും ഞാൻ കൊക്ക് ഷിബു എന്നാണ് വായിക്കുന്നേ. കൊക്ക് ഷിബു അറ്റ് ഓക്കെ HDFC ബാങ്ക്. ഒരു ക്യാരക്ടർ ഉണ്ട് ഡിവൻ ഫ്ലെയറി. ബോബിയുടെ വണ്ടി എടാ ബ്രാവോടെ സ്ട്രീമിന്റെ നടുക്ക് താഴെ അവന്റെ യു പി ഐ ഡി ഒന്ന് വായിച്ചേ. അതാണല്ലേ പറഞ്ഞത്. പെട്ടെന്ന് വായിക്കുമ്പോ കൊക്ക് ഷിബു വായിക്കത്തുള്ളൂ. KNK ഷിബു കണക്ക്. ഓക്കേ, പിറ്റിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. KVA വേഴ്സസ് UK. കിരൺ ഷിബു. കിൽഫീഡ് ഒക്കെ എങ്ങനെ ഓണാക്കുന്നത്? ഓണാക്കുന്നത് അതെങ്ങനെ ഓണാക്കണേ നോക്കൂ. ഒന്നും ചെയ്യണ്ടല്ലോ, ഏതോ മൂട്ടി പോയി കിടക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനല്ലേ സോൺ വരുന്നത്? പിടിച്ചോണ്ട് പോകാൻ പറ്റുന്നില്ല. ഇവിടെ ഓൾറെഡി 12 പേര്. ഇത്ര നേരം അച്ഛൻ നല്ല വിളിച്ചോ പെട്ടെന്ന് അമ്മ 1 2 3 4 5 തമാശയാണോ മാറ്റണ ഇതൊക്കെ? ഇവരെല്ലാരും പറഞ്ഞത് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? യാഥാർത്ഥ്യം. നീലൻ വില്ലു എല്ലാരും ഉണ്ട്, എല്ലാരും ഉള്ളു, എല്ലാരും കളിക്കുന്നത്. അപ്പൊ ഡെസ്റ്റോട് സ്നൈപ്പ് മോബി TVA നീലൻ ആൻഡ് വില്ലു നമ്മൾ നോക്കുകയാണ്. ഇവിടെ വീണ്ടും വണ്ടി അല്ല ഇത് ചന്തയാണോ? ഇവിടെ ടർഫാണോ ഇത്? ചന്തയാണോ ഇത്? വാഷിംഗ് മെഷീൻ മൊത്തത്തിൽ ഷിഫ്റ്റ് ആയിരുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. സോൺ വേണം. വില്ലൂര് കൊടുത്തായിരുന്നോ സോണ്? കൊടുത്തു. വണ്ടി സ്നൈപ്പിന്റെ വണ്ടി പെട്ടുപോയി. സ്പ്രേ ചെയ്തിട്ടുണ്ട്. എന്തായാലും വണ്ടിയിൽ ബാക്കിയുള്ള ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നമ്മുടെ ദൈവമാണോ ദൈവമേ. വീണ്ടും ടയർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ടിവിയുടെ വേറൊരു വണ്ടി ഈ ഒരു ആംഗിൾ അല്ലടാ, നീ UK അല്ലടേ, അപ്പൊ UK കാരനല്ലേ? നീ തന്തയില്ലാത്തവനാണെങ്കിൽ തന്തയില്ലാത്ത അതുപോലെ യുകെയിലുണ്ട് UK ഞാൻ കേറാൻ പറഞ്ഞു. അപ്പൊ മാറ്റേണ്ട പറഞ്ഞു തന്തയില്ലാത്ത അങ്ങനെ ഒരു ഗ്യാങ് ഇല്ലല്ലോ. ഞാൻ പറട്ടെ ശരത്തേട്ടൻ കൂടിയാണ് പറഞ്ഞത്. പോയിരിക്കുകയാണ്. മോബിയുടെ വണ്ടി അവർക്ക് ലോക്കാക്കാൻ സാധിച്ചാൽ മോബിനെ അവർക്ക് ഫയർ ചെയ്യാൻ സാധിക്കും. പക്ഷേ മോബി വണ്ടി എടുത്ത് അവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട് ഈ ഒരു ഏരിയയിലേക്കാണ് സോൺ വന്നിരിക്കുന്നത്. ടിവിയുടെ പ്ലേയേഴ്സ് എല്ലാവരും ഇവിടാണ് ഹോൾഡ് ചെയ്തോണ്ടിരിക്കുന്നത് തോന്നുന്നു. നമ്മുടെ ബിൽഡിംഗ് ജൂഡ്, കില്ലുവ ജപ്പാൻ, മന്ദാരം ആൻഡ് ഏബൽ ജോസഫ്, ഇത്രയും പേരാണ് ഈ ഒരു ഏരിയയിലുള്ളത്. വില്ലു ആ ഒരു വണ്ടി വെച്ച് നീലൻ ആൻഡ് വില്ലുവിന്റെ വണ്ടി അവരെ പിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് സോൺ ഔട്ടിലോട്ട്. അവരെ സോണിൽ കേറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് തോന്നുന്നു. യുകെയുടെ വണ്ടി സപ്പോർട്ട് വേണ്ടി പോകുന്നുണ്ട്. വണ്ടി അവിടെ പൊക്കൊണ്ടിരിക്കുകയാണ്. മോബി ഈ ഒരു ഏരിയയിൽ സ്നൈപ്പ് ഈ ഒരു ഏരിയ റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. മോബി ആൻഡ് ഈ ഒരു ഏരിയ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറന്റ് സോൺ ഇവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ബ്രാവോ എന്റെ ലൈവൊക്കെ എത്ര തവണ ഇരുന്ന് കണ്ടാണ് പഠിക്കാൻ. എത്ര 20 FPS മോബി എന്നോ? ഓക്കേ സ്നൈപ്പ് എന്തോ എനിക്കറിയത്തില്ല ഗിരി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. മറ്റേ ഡൈനാമിക് അടിച്ചിട്ട് അതിന്റെ അകത്ത് ഷോ യു ഐ ഈസ്റ്റ് ഫൈവില് ഷോ യു ഐ അടിച്ചാൽ മതി. അല്ലെങ്കിൽ സോൺ എനിക്ക് അറിയാലോ യു ഐ തന്നെ അവിടെ അതുള്ളൂ. നീലന്റെ വണ്ടി ഈ ഒരു ഏരിയയിൽ പോയിട്ടുണ്ടോ? യു കെയുടെ വണ്ടി ഇവിടുന്ന് ഫോൾ ബാക്ക് ആണ്. എനിക്കൊന്ന് മോസ്റ്റ്ലി റിപ്പയർ ഒക്കെ റിപ്പയർ സ്റ്റേഷനിലോട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. കാരണം അവരുടെ ടയറുകളെല്ലാം അവർക്ക് നഷ്ടമായിരുന്നു. അവർ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറണ്ട് സിനാരിയോയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. റിപ്പയറിന് നമ്മൾ കോസ്റ്റ് ഒന്നും വെച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? കറന്റ് 12v12 ആണ്. രസോട് പറഞ്ഞായിരുന്നല്ലോ ഇറങ്ങാൻ. യെസ്, കറന്റ് 12v12 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. UK വേഴ്സസ് TVA. ഡിഫെൻഡിങ് TVA, അറ്റാക്കിംഗ് UK. ഫസ്റ്റ് സോൺ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. കാണാൻ പോകുന്നത് സെക്കൻഡ് ആൻഡ് തേർഡ് സോണുകളാണ്. അങ്ങൊരു ബിൽഡിംഗ് ഉണ്ട് കിരണ. സി ബിൽഡിംഗ് അത് മാത്രം ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഈ ബിൽഡിംഗ് ചന്ദ്രന്റെ ഓപ്പോസിറ്റ് ബിൽഡിംഗിൽ ഒരു കണ്ണാപ്പി ബിൽഡിംഗ് ഉണ്ട്. ഞാൻ ഓ യുക്കയുടെ ഒരു വണ്ടി അവർ ഇടിച്ച് അകത്ത് കൊണ്ടുപോയിട്ടുണ്ട്. മോബി അവിടെ ലോക്കിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരാൾ മാത്രമേ ആ വണ്ടിക്കകത്തുള്ളൂ. സോ അത് വലിയൊരു ഇതല്ല, 1v1 ആണ്. ഓക്കെ, യുക്കയുടെ ഈ ഒരു വണ്ടി സപ്പോർട്ടിന് പോകുന്നുണ്ട്. 3 പേർ അടങ്ങുന്നത്. പക്ഷെ അതും കൂടെ ലോക്കാവും തോന്നുന്നു. ഓക്കെ, ഒരാളുള്ള വണ്ടിയുടെ സപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് 6 പേരാണ് അവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അവരുടെ യുക്കയുടെ എല്ലാ വണ്ടികളും ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി. മോബിനെ അവിടെ ലോക്ക് ചെയ്യാനാണെന്ന് തോന്നുന്നു. പക്ഷേ പ്ലെയർ കൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അത് മണ്ടത്തരമാണ്, കാര്യമില്ല. ടൈപ്പിന്റെ വണ്ടി മാത്രം ഈ ഒരു പിറ്റിംഗ് ഫൈറ്റിൽ കറന്റ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ബോബി അവിടുന്ന് വണ്ടി എടുത്തോണ്ട് പോകുവാണെന്ന് റിവേഴ്സ് എടുത്തിട്ട്. ഓക്കെ, ബീസ്റ്റ് ആ വണ്ടി ഉപേക്ഷിച്ചു. ബീസ്റ്റ് ആ വണ്ടി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ വണ്ടി ഉപേക്ഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ആ വണ്ടി വേണ്ട. ഇല്ല, തീർച്ചയായും വണ്ടി എടുക്കുന്നുണ്ടോ? എടുക്കട്ടെ. പുതിയ ടെക്കാണല്ലോ. നല്ലൊരു ലോക്കിംഗ് ഫ്രം TVA. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുകെയുടെ എല്ലാ പ്ലേസും കറന്റ് ലൈവാണ്. ഒരു ഇനിഷ്യൽ ഫസ്റ്റ് സോൺ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു അഗ്രസീവ് പുഷ് യുകെയുടെ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുമോ? ഈ ഒരു സോണിൽ അവർ ക്യാപിറ്റലൈസ് ചെയ്യുമോ ചെയ്യില്ലേ? ആ വണ്ടി അവർ വേണ്ട, അവർ വിട്ടു. ആ വണ്ടി അവർ ഉപേക്ഷിച്ചു. അപ്പോൾ യുകെക്ക് 4 വണ്ടിയായി കുറഞ്ഞിരിക്കുകയാണ് കറന്റ് സിനാരിയോയിൽ. ഇതെന്താ റോഡ് റാഷാ? UK ബ്രൂസ്, UK നോവ, ഒരു വണ്ടിയുടെ പുറകെ പോവാ. TVA വില്ലുവിന്റെ വണ്ടി ചേസ് ചെയ്ത് പോവാ. അല്ല, അവര് വേറൊരു ഓഫ് ആംഗിൾ എടുക്കാനുള്ള ഒരു സോൺ ട്രൈങ് ആണെന്ന് തോന്നുന്നു. ബട്ട് സോണ് ആ ഏരിയകളിലൊന്നും ഇല്ല. സോണുള്ള ഏരിയയിലോട്ട് യുകെയുടെ വണ്ടികളൊന്നും വന്നിട്ടുമില്ല. കറന്റ്ലി TVയുടെ സോൺ ഇൻഫ്ലുവൻസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അവരുടെ എത്ര ഏരിയയിൽ അവർ ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് ഏരിയയിലേ ഉള്ളൂ. ബാക്കിയുള്ള ഏരിയകൾ UKക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ബട്ട് അവരതൊന്നും ട്രൈ ചെയ്തില്ല. അവരിപ്പോഴും സോൺ ഔട്ടിൽ പിറ്റ് ചെയ്ത് കളിച്ച് റോക്കറ്റ് ലീഗ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നീ എന്നെ പിറ്റ് ചെയ്തല്ലേ, എങ്കിൽ നിനക്കിരിക്കട്ടെ എന്റെ വകയുണ്ട്. തമ്മിൽ ഇടിച്ചു എങ്ങോട്ട് ഇപ്പൊ കൊണ്ടിരിക്കുന്ന കളി ഇൻഫ്ലുവൻസ് കയറുന്നില്ല. കാരണം യുകെയുടെ ഒരു സോണിലില്ല, അതുകൊണ്ടാണ് ഇൻഫ്ലുവൻസ് കയറാത്തത്. ഇതില് ഇപ്പം കറന്റ് TV ആണ് ഇൻഫ്ലുവൻസ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ടിവിയുടെ 9 പ്ലേയേഴ്സ് സോൺ ഇന്നിലുണ്ട്. അതായത് ടിവിയുടെ കൗണ്ടിനേക്കാൾ കൂടുതൽ ആൾക്കാർ സോണിൽ വന്നു കഴിഞ്ഞാൽ ഓരോ 5 സെക്കൻഡും 2 ഇൻഫ്ലുവൻസ് വെച്ച് ടിവിയുടെ കുറയും. അതേപോലെ തന്നെ UK ആള് കുറവും TV ആള് കൂടുതലുമാണെങ്കിൽ ഒരു 5 സെക്കൻഡ് 2 ഇൻഫ്ലുവൻസ് വെച്ച് കൂടും. പക്ഷേ അത് മാക്സിമം 100 വരെ ആകത്തുള്ളൂ. ഇപ്പൊ കറന്റ് ഇൻഫ്ലുവൻസ് 100 ആണ്, അതുകൊണ്ടാണ് വരാത്തത്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് ഗോകുന് കണക്കൊന്നും അറിയാത്തോണ്ടാണ് ടർഫ് അത്രയും ദിവസം അവിടെ മുടക്കിയത്. സമ്മതിക്കില്ല കേട്ടോ റിപ്പയർ ചെയ്യാൻ. സമ്മതിക്കുന്നില്ല റിപ്പയർ ചെയ്യാൻ. UK ലൂപ്പിലാണെന്നോ ബ്രോ? വൈ ഇൻഫ്ലുവൻസ് ഉണ്ടോ? ഇല്ലല്ലോ. ഒരാളെ FRP ആണ് ജോർജിയ.
ജോർജ് യൂറോപ്പ് അല്ലേ? എന്തൊക്കെ ചന്ദ്രു ആ അവിടെ ശ്രീധരനെ ഡയറ്റ് ഒക്കെ പറയല്ലേ മേടിച്ചോ പിന്നെ. ഡയറ്റ് നാളത്തോടെ തുടങ്ങും ആ മുമ്പ് ഇപ്പൊ എവിടെ കേറിയിരിക്കുന്നതാ ഞങ്ങളൊന്ന് ലൈവില് വന്ന് പറയല്ലേ. ഗബ്രിയല് ഓക്കെ മെസ്ബോയ് ഇതിന്റെ മണ്ട കയറി ബാക്കി വിളിക്കല്ലേ ബ്രാവോ, ബാക്കി വിളിക്കല്ലേ പോയി അത് മതി. ഓക്കെ യുകെയുടെ 3 പേരുള്ള ഒരു വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. മോബി ബാക്കിലോട്ട് ഇറങ്ങി നല്ലൊരു സ്പ്രേ വണ്ടിയുടെ ടയർ നശിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. UK പ്ലേയേഴ്സ് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പുഷ് ചെയ്യാൻ മോബിനെ അടിക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. ലോകിൽ നിന്നും നല്ലൊരു സ്പ്രേ UK കിട്ടുന്നുണ്ട്. മോബി സ്നൈപ്പ്. മൂവി നീലന്റെ വണ്ടി എവിടെ പോയി? നീലന്റെ വണ്ടി കാണുന്നില്ലല്ലോ എങ്ങും. ആ വണ്ടി എവിടെ? മാറ്റണ്ടൊക്കെ ഒരു ടെറഫ് കളിക്കുന്നത് കാണണം. മാറ്റം ടെറഫ് കളിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഞാനേ കൊറേ ഉണ്ടാക്കിട്ട് തന്നെ നീ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നോ? മാറ്റണ്ട എന്ത് നീ? ഞാൻ കൊറേ ടർഫ് കളിച്ചിട്ട് ഈ ടർഫിൽ കാല് കുത്തിയിട്ടുള്ളൂ. ഓക്കെ ഈ ഒരു ഏരിയയിലാണ് കറന്റ് ഇതുള്ളത്. UK ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. UK നല്ലൊരു ഈ ഒരു ഏരിയ എടുത്തിട്ട് മോബി അവിടെ ഒരു സൈഡ് അടിച്ചിട്ടുണ്ട്. ബ്രൂസ്ലി മിക്കവാറും വെള്ളത്തിൽ തെറിച്ച് ചാവാൻ ചാൻസ് ഉണ്ട്. ഇല്ല സ്നൈപ്പ് ആ ഒരു ആംഗിൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്നൈപ്പ് UK എടുത്ത് വണ്ടി എടുത്തിട്ടുണ്ട്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. TVക്ക് ഇപ്പോഴും സോൺ ഉണ്ട്. പക്ഷെ സാവേജ് ക്രാഷ് ആയിട്ടുണ്ട്. കറന്റ് TVക്ക് ഒരു പ്ലെയർ ഡൗൺ ആണ് അവർ കളിക്കുന്നത്. UK 12 പേര് സോണിൽ കണ്ടോ. 86% ഇൻഫ്ലുവൻസ് കുറഞ്ഞിട്ടുണ്ട് TVക്ക്. 9 പ്ലേയേഴ്സ് സോണിൽ കളിക്കുന്നുള്ളൂ. UKയുടെ 12 പേര് സോണിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് കുറയുന്നത് UK നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അവർ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. TV എന്ത് ചെയ്യും നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ ഒരു മാച്ചിൽ നോക്കുകയാണെങ്കിൽ ഒരു അൺലക്കി ഫാക്ടർ വെച്ചിട്ട് സാവേജ് കത്തിപ്പോയിരിക്കുകയാണ്. ആ ഒരു ലക്ക് ഫാക്ടർ UKക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ ഇല്ലയോ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. റോൾ വേണമെന്നോ? ഇതൊക്കെ ആരുടെ അത് മറ്റേതല്ലേ? ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UK വീണ്ടും സോൺ ഔട്ട് പോയി അവർ ആ ഒരു ഇൻഫ്ലുവൻസ് കുറയുന്നത് തിരിച്ച് കൂട്ടിക്കൊടുക്കുന്നുണ്ട്. ഇവരാരും ഇൻഫ്ലുവൻസ് നോക്കിയല്ല കളിക്കുന്നതെന്ന് തോന്നുന്നു. ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നൊരു സാധനം ടർഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളത് യൂട്ടിലൈസ് ചെയ്യാത്ത പക്ഷം നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് തിരിച്ച് മറ്റേ ടീമിന് കൊടുക്കുന്ന പോലെയാണത്. ഇത് എങ്ങനെയാണ് ഇവരിത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എങ്ങനെ ഇവർക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. ആരും മറക്കില്ല. തിരിച്ചു കയറാൻ പറ്റും. ഫസ്റ്റ് വീഡിയോത്താണ് നമ്മൾ മറന്നിട്ടില്ല. പട്ടികളെ ഇവിടെ വന്ന് പക്ഷേ കറണ്ടോ വല്ലതും പോയതാണെങ്കിൽ വേറെ പ്ലേയേഴ്സിനെ സ്വാപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ മ്യൂട്ട് ചെയ്ത് പറഞ്ഞതാ ആരും പറയല്ലേ. വീണ് കത്താനവൻ ആ ഒരു സോൺ മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. കറന്റ് TVയുടെ പ്ലേയേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ബിൽഡിംഗ് എല്ലാം സോണിനകത്താണ് വന്നിരിക്കുന്നത്. സോ അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവാൻ തോന്നുന്നില്ല. പക്ഷെ എങ്ങനെ ഇവരിത് ക്യാപിറ്റലൈസ് ചെയ്യും, എങ്ങനെ ഇവരിത് UK ഇത് എടുക്കുമെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. അവർ മിക്കവാറും റിപ്പയറിലോട്ടാണ് പോയത്. UKയുടെ വണ്ടികളെല്ലാം വീണ്ടും റിപ്പയറിലുണ്ട്. സോണ് ഇൻഫ്ലുവൻസ് വീണ്ടും 100 ആയിട്ടുണ്ട്. UK അവർക്ക് കിട്ടിയ ഒരു സോൺ അഡ്വാൻറ്റേജ് അവർ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. മേ ബി ഇപ്പോഴും സോണിൻ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ UKക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടിയാണ്. സോൺ ഇപ്പോൾ ഒന്നും കൂടെ ചെറുതായി ഷിഫ്റ്റ് ആയിട്ടുണ്ട്. സോ UK എന്ത് ചെയ്യും, ഏത് ആംഗിളിൽ നിന്നും എങ്ങനെ അവർ കയറും, എങ്ങനെ അറ്റാക്ക് ചെയ്യും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മോബിയുടെ വണ്ടിയുടെ നേരെയാണ് UKയുടെ ഒരു വണ്ടി വരുന്നത്. ആ ഒരു സ്പ്രേയിൽ തന്നെ ടയർ നശിപ്പിച്ചിട്ടുണ്ട്. റിപ്പയർ ചെയ്ത വണ്ടി വീട് ടയർ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. വീട്ടിൽ റിപ്പയർ ചെയ്യാൻ പോയി എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട് കളി. നമുക്ക് നോക്കാം എങ്ങനെയാ പോകുന്നതെന്ന്. ഓക്കെ വീണ്ടും എല്ലാ ആംഗിളിൽ നിന്നും സ്പ്രേ കിട്ടുന്നുണ്ട്. അവർക്ക് ഫുള്ളി കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല UKക്ക്. കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ TV 10 പേര് സോണിനും UK 0 പേരാണ്. ആ ഒരു സോൺ അഡ്വാൻറ്റേജ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. സാവേജ് കറന്റ് തിരിച്ച് കയറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാവേജ് ഇനിയും തിരിച്ച് കണക്ട് ആയിട്ടില്ല. സോ ആരും ഈ മാപ്പിലുള്ള കൗണ്ട് ശ്രദ്ധിക്കുന്നില്ലേ? എനിക്കതാ മനസ്സിലാവാത്തത്. മാപ്പിലുള്ള കൗണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ ഇന്നോവേഷൻസ് ആണ്, ഇന്നോവേഷൻസ്. കാരണം കത്തിപ്പോയോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല. എല്ലാവരും ഈ പറയുന്ന കൗണ്ട് ശ്രദ്ധിച്ച് കളിക്കട്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സോണിലുള്ള ആൾക്കാരുടെ കൗണ്ട് സോൺ മാറുന്ന സർക്കിൾ ഗ്രേ മാറ്റി റെഡ് ആക്കുവാണെങ്കിൽ കാണാൻ എളുപ്പമായിരുന്നു. അകത്തുള്ള അല്ലേ, ഗ്രേ അല്ലേ, അത് യെല്ലോ ആയിരുന്നു തോന്നുന്നു. കളർ മാറ്റാം അതിൻ്റെ.
വൈറ്റ് ആക്കാൻ പറയാം. സ്നൈപ്പ് അവിടെ നിന്ന് ചാടി ഓക്കെ, ഒരു UK ഈ ഒരു ഇവിടുന്ന് ഒരു നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. മോബിയുടെ വണ്ടിക്കും അതേപോലെ ഏബൽ ജോസഫിന്റെ വണ്ടിക്കുമാണ് മിസ്റ്റർ ജോ ഫയർ ചെയ്യുന്നത്. ഓ സ്നൈപ്പ്! ഈ ഒരു ആംഗിളിൽ സ്നൈപ്പ് കേറിയിട്ട് നല്ലൊരു കവർ ഫയർ ആണ് സ്നൈപ്പ് കൊടുക്കുന്നത്. നല്ല ആംഗിൾ അവർ നിൽക്കണ താഴെ നല്ലൊരു അഡ്വാൻറ്റേജസ് പൊസിഷനിലാണ് സ്നൈപ്പ് കേറിയിരിക്കുന്നത്. എങ്ങനെ കേറി ഇവൻ? കേടാൻ നോക്കുമ്പോ താഴെ പോകുന്നുണ്ടോ? ഇത് എങ്ങനെ കേറിയത് കൂടുതലുള്ളവർക്ക് പോലും അറിയുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ലൊരു അഡ്വാൻറ്റേജസ് പൊസിഷനാണത്. താഴെ തിരിച്ച് കയറാൻ പറ്റുന്ന സ്നൈപ്പിന് പോലും അറിയത്തില്ലെന്ന് തോന്നുന്നു. പാവം, അതൊക്കെ കയറായിരിക്കല്ലേ? അവിടെ കയറാമെങ്കിൽ അവൻ അതിന്റെ മേളിൽ കയറാൻ പറ്റുമായിരിക്കും. സൂപ്പർ. ഓക്കെ, നല്ലൊരു സ്പ്രേ. അഗെയിൻ UK പ്ലേയേഴ്സ് ആരും കമ്മിറ്റ് ചെയ്യാത്ത പക്ഷം അവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. UK തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടു. ഇത് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ എന്തേലും ഒരു ഫൈറ്റ് നീലൻ വില്ലു അവരെ സ്പോട്ട് ചെയ്തു. ഓക്കെ, നീലൻ വില്ലു അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ മേളിലോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നീലന്റെ മേളിലോട്ട് കയറി. നല്ലൊരു അഡ്വാൻറ്റേജ് പൊസിഷൻ. UK ആളെ പിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, സാധിക്കും തന്നെ പറയേണ്ടി വരുന്നു. നേരെ താഴെ ആൾക്കാരുണ്ട്. ഓക്കെ, നീലിനെ സ്പോട്ട് ചെയ്തു. വില്ലുവിന് നല്ലൊരു സ്പ്രേ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, UK സെട്രോ തറയിൽ വീണു. സ്പോട്ട് ചെയ്തില്ലേ? ഓക്കെ, സെട്രോ ലോ റീഫ്രഷ്കിന് അടിച്ചിട്ടുണ്ട്. തിരിച്ച് നല്ലൊരു സ്പ്രേ വില്ലുവിന്റെ വക. സോണോട്ടൊന്നും പോയി അടിക്കല്ലേ? നല്ലൊരു സ്പ്രേ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. UK സെട്രോ UK മിസ്റ്റർ ജോ സാവേജ് എടാ നറുട്ടോ. മോബിനെ അടിച്ചിട്ട് മോബിന്റെ വണ്ടി പോയി. കൊടുത്തിട്ടുണ്ടോ? UK ഒരാൾക്കും സോൺ വേണമെന്ന്, സോൺ 4 രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അഗൈൻ ഈ ഒരു നല്ലൊരു അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ടായിരിക്കും എന്നൊരു വലിയൊരു ക്രൂഷ്യൽ മൊമെന്റ് ആണ്. കാരണം ഈ ഒരു ഏരിയയിൽ ടാക്സി ഈ ഒരു ഏരിയയിലോട്ട് വന്നത് UK നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടാം. അതേസമയം തിരിച്ച് TVക്കും അഡ്വാൻറ്റേജ് കിട്ടുമോ ഇല്ല നമ്മൾ കണ്ടറിഞ്ഞിരിക്കുന്നു. മോബിനെ സ്പ്രേ ചെയ്യാൻ മിസ്റ്റർ ജോ ശ്രമിക്കുന്നുണ്ട്. മെസ്ബോയ്ക്ക് നല്ലൊരു ടാഗ് കിട്ടി. മെസ്ബോയ് ഹീൽ ചെയ്തിട്ടുണ്ട്. വീണ്ടും നിശബ്ദത. ലാസ്റ്റ് ഒരു സോൺ ഷിഫ്റ്റ്. ഇനി ഒരു UK വണ്ടി പിറ്റ് ചെയ്തിട്ട് വണ്ടിക്ക് നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ആ വണ്ടിയുടെ പ്ലേയേഴ്സിന്റെ ഹെൽത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓ, നീലൻ അവിടെ വണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടയറില്ലാത്ത വണ്ടിയാണ്. ആ വണ്ടിയുടെ എല്ലാം ടയർ വീണ്ടും നഷ്ടപ്പെട്ടു ഞാൻ തോന്നുന്നു. ബട്ട് ഒന്ന് എഴയുന്നേ. ഇവർക്ക് സോണിലൊന്നും കേറണ്ടേ പിള്ളേർക്ക്? ഇല്ലാട്ടെ, എവിടെ പോലും അടിയാട്ടെ ചേട്ടാ. ഇവർക്ക് ആദ്യം കയറാൻ പറ്റുമോ? ഇനി കയറാൻ പറ്റത്തില്ല. ഇനിയെല്ലാം നമ്മളെല്ലാം ഹൈറ്റ് ഞങ്ങളെല്ലാം എടുത്ത് നമ്മള് പോയി കയറി അടിച്ച് പോകും. UK എല്ലാ ആംഗിളിൽ നിന്നും എൻട്രി അടിക്കാൻ അവരൊരു ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് എന്ത് ചെയ്യും? സോൺ അടുത്തൊരു ഷിഫ്റ്റ് ഉടനെ തന്നെ വരും. കറന്റ് സിനാരിയോയിൽ ഹൈറ്റ് അഡ്വാൻറ്റേജ് TVക്ക് നല്ല രീതിയിൽ തിരിച്ചവർ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം TVക്കാണ് സോൺ തുണച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. UK വക എന്താണ് UK ചെയ്യാൻ പോകുന്നത്? UK തിരിച്ച് വീണ്ടും ബിൽഡിംഗ് കയറാനുള്ള ശ്രമത്തിലാണ്. UK നോവ ആൻഡ് ബ്രൂസ് ആ ഒരു ബിൽഡിങ്ങിലോട്ട് പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഏബൽ അത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഏബലിന് അവർ തിരിച്ച് സ്പ്രേ ചെയ്യുമോ? മോബി ഓ UK വണ്ടി ഇവിടെ നേരത്തെ ഇവിടെ കുത്തിയവര്. അത് വലിയൊരു മണ്ടത്തരമാണെന്ന് തോന്നുന്നു. ആ ഒരു പ്ലേയേഴ്സിനെ അവർ ബലി കൊടുക്കാൻ തീരുമാനിച്ചതാണെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. TVയുടെ മന്ദാരം ഒക്കെ തറ ഇറങ്ങി സ്പ്രേ ചെയ്യുന്നുണ്ട്. മന്ദാരം പിക്കെടുത്തു. മന്ദാരത്തെ ഡ്രാക്സ് പിക്കെടുത്തു. നല്ലൊരു ട്രേഡ്. ഡ്രാക്സ് മെസ്ബോയ് ഗോക്കു ഡ്രാക്സിനെ പിക്കെടുത്തു. UK മോബിനെ പിക്കെടുത്തു. UK മെസ്ബോയിനെ പിക്കെടുത്തു. ടാഗ് വരുന്നുണ്ട് UKക്ക്.
ഉള്ള അവരുടെ ആരും വീണില്ല. UK SK ആ ഒരു ബിൽഡിംഗ് കയറുകയാണ്. കില്ലോ ജപ്പാൻ ബാക്കിൽ നിന്ന് pick എടുക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കില്ലോ ജപ്പാൻ കവർ ചെയ്യുന്നുണ്ട് മേളിൽ നിന്നും. Nice. ജുഗ്രു അവിടെ ഒരു നല്ലൊരു കവർ കില്ലോ ജപ്പാൻ രക്ഷിച്ചിട്ടുണ്ട്. യുകെയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഇവിടെ ഏബിൾ ഡൗൺ ആയിരിക്കുകയാണ്. UK നോവ വേഴ്സസ് സ്നൈപ്പ് എല്ലായിടത്തും അടി നടന്നു. സ്റ്റീവ് അസ്രിയൽ UK സെക്ടറിനെ പിക്ക് എടുത്തു. എവിടെയൊക്കെ അടി നടക്കുന്നത്? UK വെൽവോ ജുഗ്രു വെൽവോനെ പിക്ക് എടുത്തിട്ടുണ്ട്. കിടിലം ഗെയിം, കിടിലം കളി. UK ഹീൽ ചെയ്ത് കളിക്കുന്നത്. യുകെയുടെ 4 പ്ലേയേഴ്സ് 5 പ്ലേയേഴ്സ് ബാക്കി. ഇവയുടെ ജുഗ്രു ജുഗ്രുവിന്റെ നല്ലൊരു സ്പ്രേ. ജുഗ്രു ഡൗൺ. ജുഗ്രു അവൻ എണീക്കത്. സ്റ്റീവ് അസ്രിയൽ UK റിക്യൂവിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി കയറാൻ നോക്കിയ റിക്യൂ പിക് ഡൗൺ ആയിരിക്കുകയാണ്. സ്നൈപ്പ് വില്ലു ആ ഒരു സൈഡിൽ പുഷ് ചെയ്ത് വരുന്നുണ്ട്. രണ്ടുപേരും സ്നൈപ്പിനെ പിക്ക് എടുത്തിരിക്കുകയാണ് UK നോവ. വില്ലു അവിടെ നല്ല സ്പ്രേ കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ പുഷ് ചെയ്യണം. അവരുടെ ഹൈറ്റ് അഡ്വാൻറ്റേജ് മൊത്തത്തില് ടീം അതൊരു ഭയങ്കര ഒരു മണ്ടത്തരമായി പോയത്. വില്ലുവിനെ അവർ 3 പേര് കയറി വന്നോണ്ടിരിക്കുകയാണ്. വില്ലുവിന്റെ ട്രേഡ് എടുക്കാൻ ഇല്ല. വില്ലു ഡൗൺ. 4-5 വില്ലു ഡൗൺ ആയിരിക്കുകയാണ്. സ്റ്റീവ് അസ്രിയൽ UKയുടെ 4 പ്ലേയേഴ്സ്, TVയുടെ 6 പ്ലേയേഴ്സ്. UKക്ക് നല്ലൊരു ടാഗ് കിട്ടുന്നുണ്ട്. യുകെയുടെ എല്ലാ പ്ലേയേഴ്സിനും നല്ല ടാഗ് കിട്ടി. അവരെ ഹീൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇന്റൻസ് ഫൈറ്റ് ഒരു അഗ്രസീവ് പുഷ് ഫ്രം UK. കോച്ച് അനങ്ങല്ലേ. നല്ലൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് നമ്മുടെ TVയെ അവർക്ക് വിട്ടുകൊടുത്താണ് ഇത്ര കാഷ്വാലിറ്റീസ് വീഴ്ത്തിയിരിക്കുന്നത്. എനിവേസ് മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. UK നോവ കില്ലോ ജപ്പാൻ. സ്റ്റീവ് അസ്രിയൽ നീലകണ്ഠൻ റൈറ്റ് ഫ്ലാങ്ക് ചെയ്ത് വരുന്നുണ്ട്. യുകെയുടെ 4 അത് സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ബാറ്റ് ചെയ്ത് സ്പോട്ട് ചെയ്തിട്ടില്ല. കില്ലോ ജപ്പാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോവ അതിന്റെ മണ്ടയ്ക്കൂടെ കയറുമെന്ന് ഒരു ഡൗട്ടുണ്ട്. സ്റ്റീവ് അസ്രിയൽ ലോങ് ഫ്ലാങ്ക് ചെയ്യുന്നുണ്ട്. നോവ ഈ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് കയറിയാൽ കില്ലോ ജപ്പാനെ ചാൻസ് വളരെ കൂടുതലാണ്. ഇല്ല അതുവഴി കയറാൻ പറ്റില്ല. സ്റ്റീവിന്റെ വക ഒരു ഫ്ലാങ്ക്. സ്റ്റീവ് അത് സ്പോട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീവ് അവിടുന്ന് വേണമെങ്കിൽ സ്റ്റീവിന് കോൾ കൊടുക്കാം. ലോങ് സ്പ്രേ ചെയ്യാം. ഓക്കെ, അതിന്റെ മണ്ടയ്ക്ക് 2 പ്ലേയേഴ്സ് ഉണ്ട്. കില്ലോ ജപ്പാൻ ആൻഡ് വേറെ പ്ലെയർ. കില്ലോ ജപ്പാൻ മേളിൽ ടാഗ് കൊടുക്കുന്നു. സ്റ്റീവ് ടാഗ് കൊടുക്കുന്നുണ്ട്. മാർക്ക് ബാബോസ് അതിന്റെ മേളിൽ കയറി താഴോട്ട് ചാടിയിട്ടുണ്ട്. കില്ലോ ജപ്പാൻ ആൻഡ് ജൂഡ് നല്ല ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റീവിന് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബട്ട് 4 പ്ലേയേഴ്സ് എടുക്കാനാണ് സ്റ്റീവ് പോകുന്നത്. കവർ സ്റ്റീവിന്റെ സൈഡിൽ നിന്നും ബാക്കിയുള്ള പ്ലേയേഴ്സിന് ടീമിന് ഒരു കവർ കൊടുക്കാൻ സാധിക്കുമോ? കവർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു ഏരിയ വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബട്ട് മിസ്റ്റർ ജോ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സാവേജ് ഈ ഒരു ആംഗിളോട്ട് കറങ്ങി വരുന്നുണ്ട്. സ്റ്റീവ് ആൻഡ് സാവേജ് റൈറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, സോൺ ഷിഫ്റ്റ് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. പുതിയൊരു സോൺ ഷിഫ്റ്റ്. ഇവിടെ 2 പ്ലേയേഴ്സ്. സാവേജ് നോവ മാത്രമാണ് ഇവിടെ ഉള്ളത്. നോവ ഇപ്പോൾ സ്റ്റീവ് അസ്രിയൽ അഗൈൻ. UK നോവ ഡൗൺ. യുകെയുടെ ലാസ്റ്റ് പ്ലെയർ. ഒരാൾ മാത്രം ബാക്കി. മിസ്റ്റർ ജോ മാത്രമാണ് ബാക്കി എലൈവ് ആയിട്ടുള്ളത്. യെസ്, നമ്മൾ കറന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതാണ് കറന്റ് ഉള്ള ഇത്. നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 മിനിറ്റ്. ഓക്കെ, മന്ദാരം ബീസിനെ പിക്ക് ചെയ്തു. UK ഡ്രാക്സ് മന്ദാരത്തെ പിക്ക് ചെയ്തു. മെസ്ബോയ് ഡ്രാക്സിനെ പിക്ക് ചെയ്തു. UK ബാച്ചി മോബിനെ പിക്ക് ചെയ്തു. റിക് മെസ്ബോയിനെ പിക്ക് ചെയ്തു. ജുഗ്രു. ഓക്കെ, UK മിസ്റ്റർ ജോ കഴിഞ്ഞു. സാവേജ് ആണ് മിസ്റ്റർ ജോനെ പിക്ക് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താട്ടാ. അത് നമ്മൾ കാണിച്ച മിസ്റ്റേക്കിനല്ല. ഒരു 3-4 വീലെടുത്തു തോന്നുന്നു. ഡൈനാമിക്സ് അവന്മാര് നല്ല ഇനിഷ്യേറ്റീവ് എടുത്ത് കൊണ്ട് കുത്തി എല്ലാരും. എന്തായാലും മാച്ച് തീർന്നിരിക്കുകയാണ്. TVയുടെ 5 പേരാണ് എലൈവായിട്ടുള്ളത്. UKക്ക് TVയുടെ 7 പേരെ പിക്ക് ചെയ്യാൻ സാധിച്ചു. നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UK ബാച്ചി മൂബിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. റിക്വിക് മെസ്ബോയിനെ പിക്ക് ചെയ്തു. അതുപോലെ ജുഗ്രു SKനെ പിക്ക് ചെയ്തു. UK സെട്രോ ഏബിൾ ജോസഫിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. എന്താ